ഇതൊരു സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വേരിയൻ്റ് വണ്ടിയാണ്. അപ്പം ഇന്നത്തെ വർക്കായിരുന്നു നമുക്കിതിൽ. എ സിയുടെ പ്രോബ്ലം ആയിരുന്നു. എ സി കംപ്ലയിൻറ്റ് എന്നുള്ള പണിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അന്നേരത്തെ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പിന്നെ ചിന്തിച്ചപ്പം ഇതൊരു നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നൊരു തോട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? ഇത് നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എ സി നല്ല തണുപ്പാണ് കേട്ടോ. എ സിക്ക് വേറെ അങ്ങനെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. എ സി ഇട്ട് ആൾ പോകുമ്പോഴത്തേക്ക് എ സിയുടെ ബെൻഡിൽ നിന്ന് നല്ല രീതിയിൽ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതായത് വെള്ളം അടിച്ചകത്തോട്ട് വരുന്നുണ്ട്. അത് കൂളൻ്റൊന്നുമല്ല, ജസ്റ്റ് കൂളിംഗ് ഓയിലിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന വെള്ളം. അങ്ങനെ അതിനൊരു സൊല്യൂഷൻ എന്ന നിലയിലാണ് കണ്ടോ. അങ്ങനെ നമ്മൾ അടിയിലെ ട്രെയിൻ ഏരിയയിലോട്ട് നോക്കി അവിടെ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ അതിൽ മോറോവർ അതിനേക്കാൾ ഉപരി ഇതിനകത്തൂടെ വെള്ളം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പല വഴിക്കൂടെ. അങ്ങനെ ആ ഒരു കംപ്ലയിൻ്റ് ആണ്. അങ്ങനെ ഇതിന് എന്ത് ചെയ്തു, നമ്മൾ ഡാഷ്ബോർഡ് മൊത്തം ഇളക്കി. ഡാഷ്ബോർഡ് മൊത്തം ഇളക്കിയാൽ മാത്രമേ നമുക്ക് അതിലോട്ട് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇളക്കി ആളിനൊക്കെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ടായിരുന്നു. ഡാഷ്ബോർഡ് മൊത്തം ഇളക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വേണം സെറ്റ് ചെയ്യാനെന്ന്. അങ്ങനെ നമ്മൾ ഡാഷ്ബോർഡ് മൊത്തം ഇളക്കി. ഡാഷ്ബോർഡ് മൊത്തം ഇളക്കിയപ്പോഴാണ് ഇതിൽ ഡാഷ്ബോർഡ് ഇളക്കുന്ന നമ്മൾ കണ്ട് ഈ വണ്ടിയുടെ ഫിൽറ്റർ ആരോ വെച്ചേക്കുന്നതോ എന്തോ അത് പ്രോപ്പർ ഒരു ഫിറ്റ്മെൻ്റ് അല്ലായിരുന്നു. അതായത് ഫിൽറ്റർ ഇല്ലാത്ത കൂട്ട് ഫിൽറ്റർ ഫുള്ള് മടക്കി ഓടിച്ച് അതിനകത്ത് കയറ്റി ഫിൽറ്റർ മൊത്തം ചോക്കഡായി. ഇതിനകത്തുള്ള മൊത്തം പൊടിയും ഇത് വലിച്ചു കയറ്റി നേരെ കൂളിംഗ് കോയിലിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. ആ പൊടിയും ഡസ്റ്റും അതെല്ലാം കൂടെ കൂളിംഗ് കോയിലൊരു വല കണക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ കൂളിംഗ് കോയിൽ. ഇതാ നോക്കൂ, ഇത് കണ്ടോ. അതിൽ ഇതുവരെ ഇത് കാണുന്നുണ്ടോ? ഇതുവരെ ഇതിന് പോയിട്ടില്ല. ആ കൂളിംഗ് കോയിലിൻ്റെ കണ്ടീഷനാണ് ഇത്. കണക്ക് ആ ഡസ്റ്റ് പാർട്ടിക്കിളും അതിനകത്തുള്ള പൊടിയും എല്ലാം കൂടെ കൊണ്ടുചെന്ന് ഒരു വേസ്റ്റ് കണ്ടീഷനാക്കി ഇതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യും. അതായത് വെള്ളം ഡ്രോപ്പ് ഡൗൺ ആയി നേരെ താഴെ വന്ന് നമുക്ക് ട്രെയിൻ ഔട്ട് വഴി പോകത്തില്ല. പോവാതെ ഇതിൽ വന്ന് നിൽക്കും. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഈ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളിന് എന്നും അസുഖങ്ങളോ അങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ ഇത് എന്തുകൊണ്ടാണ്? ആളിൻ്റെ കസ്റ്റമറിൻ്റെ ഒരു ചെറിയ നെഗ്ലിജൻസ് ആണ്. കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്തില്ല, ഇതിൻ്റെ എയർ ഫിൽറ്റർ എ സിയുടെ ഫിൽറ്റർ സൈഡിലോട്ട് ആൾ നോക്കിയില്ല. അത് കറക്റ്റാണോ, കറക്റ്റ് മാറ്റുന്നുണ്ടോ, അത് ആൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഇത്രയും ചോക്കഡായി. നോക്കൂ, ഇതിപ്പോൾ എന്ത് എക്സ്പെൻസീവ് ആയെന്നറിയാമോ? ഇതിപ്പോൾ നമ്മൾ ഒറിജിനൽ കൂളിംഗ് കോയിലാണ്. ഇതിന് ആക്ച്വലി ഈ കൂളിംഗ് കോയിൽ മാറ്റേണ്ട കാര്യമില്ല. പക്ഷേ ഈ കൂളിംഗ് കോയിലിൽ ഇത് അത്രയും വന്നിരുന്നിട്ട് ഈ കൂളിംഗ് കോയിൽ അത്രയും എന്ന് വെച്ചാൽ ഇനി എത്ര നാളിത് കിടക്കുമെന്ന് അറിയാം നമുക്കൊരു ഉറപ്പ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇത്രയും ലേബർ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പണി ചെയ്തതുകൊണ്ട് ആൾ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം ചെയ്യാം, നമ്മൾ ഒറിജിനൽ തന്നെയാണ് മേടിച്ചത്, കൂളിംഗ് കോയിലും കൂടി മാറ്റിക്കളയാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കൂളിംഗ് കോയിൽ മാറ്റിയത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ അതിന് എ സിയുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, എ സി ഫിൽറ്റർ ഉണ്ട്. അത് കറക്റ്റ് സർവീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതും കൂടി കറക്റ്റ് ഇളക്കി ക്ലീനിങ് ചെയ്യണം, കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ എ സിയുടെ കൂളിങ്ങും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേ കണക്കുള്ള ചെറിയ ചെറിയ നെഗ്ലിജൻസ്, നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് വലിയ വലിയ കംപ്ലയിൻറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വണ്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. ഓൾവേസ് നമുക്ക് എ സിന് നല്ലൊരു പെർഫെക്റ്റ് എയറും കിട്ടും, നല്ലൊരു കൂളിങ്ങും കിട്ടും. ആ ഒരു എയർ ക്വാളിറ്റിയും ബെറ്റർ ആയിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.